ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, ഇത്തിരി അലമ്പായിട്ട് കിടക്കായിരിക്കും. ഹലോ, ഇതാണ് ഞാനാണ് ഞാൻ. എനിക്ക് നാണാണ് കേസ്. ഞാൻ സുന്ദരനായതുകൊണ്ട് പേടിക്കണ്ട. ഫുൾ കോൺഫിഡൻസ്. ദ്രോണ ദ്രോണ സൂര്യ ശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ ദ്രോണ. Hello guys, this is Omfed Potato and you are watching Chemic Season 6 Haters Review. കെമിക്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറുക്കന്മാരാണ് സ്വാമിമാർ. പതിവ് തെറ്റിക്കാതെ കെമിക്സിന്റെ കഞ്ഞിയും പയറും ഊറ്റി കുടിക്കാൻ സ്വാമികൾ ശ്രമം തുടങ്ങി കഴിഞ്ഞു. തുടക്കം തന്നെ അല്പ സ്വാമി വിശേഷങ്ങളാവാം. ഞാൻ വന്ന കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ എന്റെ ധ്യാന ദൃഷ്ടിയിൽ ഒരു കാര്യം അറിഞ്ഞായിരുന്നു. ദൃഷ്ടിയിൽ വല്ലതും കണ്ടോ? രാഷ്ട്രീയമായിട്ട് എന്തൊക്കെയോ നേരിടുന്നുണ്ടെന്ന്. അയ്യോ സത്യം. ഇപ്പം എനിക്ക് എതിരെ പുതിയൊരു പാർട്ടിയൊക്കെ പൊങ്ങി വന്നിരിക്കുക. ഇത് എന്റെ ഇലക്ഷൻ എങ്ങാനും BJP ജയിച്ചാ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മുട്ട എടുത്ത് എറിയണമല്ലോ അവന്മാര് എറിയും. ഈ സ്ഥാനത്ത് തന്നെ ATGക്ക് തുടരാനും ഇത് ഒറ്റയ്ക്ക് ഭരിക്കാനും എന്റെ പാർട്ടിയിലൂടെ ചേർന്നാൽ അതിച്ചിരി കൂടുതലല്ലേ? നമ്മളുടെ കൂടെ സഖ്യം ചേർന്ന് പുതിയൊരു കക്ഷികൾ വരാൻ പോകുന്നു. ASPO, ATG സന്യാസി പാർട്ടി. ഓക്കെ, ഞാനിത് ഇപ്പോഴേ കൈ കൊടുക്കുന്നില്ല. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന് കാണാം. ഓക്കെ, സ്വാമികൾ ഇവിടെ വന്ന് KSUമായിട്ട് സ്വാമികളുടെ ഗ്യാങ്ങിനെ ലയിപ്പിക്കണമെന്ന്. ലയിപ്പിച്ചാലേ നമ്മൾ ജയിക്കുള്ളെന്നാണ് പറയുന്നത്. നമുക്ക് അവരുമായിട്ടൊന്ന് കൂടി ആലോചിക്കാം. എന്തായാലും ഈ കണ്ടീഷൻ ഒന്നും പറ്റൂലെന്ന് നമുക്ക് പറയാം. അതെന്തായാലും നടക്കില്ല. എന്നിട്ട് നമുക്ക് അങ്ങോട്ടൊരു ഓഫർ കൊടുക്കാം. എന്നിട്ട് പറ്റുവാണെങ്കിൽ EDനെ കൊണ്ട് നമുക്ക് അവരുടെ ബേസ് ഒന്ന് റെഡി ചെയ്യാം. എന്തെങ്കിലും പൊടിയും കൂടോത്രം കിട്ടാണ്ടിരിക്കില്ല. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാം. ഇതിനിടെ ബാരോസ് ആയ അൾട്രോണിനെ വിലക്ക് വാങ്ങാനും സ്വാമിമാര് ശ്രമിച്ചു. സ്വാമി കുഴിച്ച കുഴിയിൽ ആര് വീഴുമെന്ന് കാണുവാൻ അൾട്രോണിനെ തന്നെ ആൻലോട്ട് വിട്ടു. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഡൂക്കിനെ വെല്ലുവിളിച്ച് ഡയമണ്ട് കുഴിക്കാൻ പോയ അൾട്രോണിന് എന്തു പറ്റി? ഡയമണ്ട് കിട്ടിയോ? അതോ ഡയമണ്ട് ഡൂമർ അൾട്രോണിന്റെ പരിപ്പൂരിയോ? കെമിക്സിന്റെ തലവര വരെ മാറ്റിയ ഓപ്ഷനാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിനെക്കാട്ടി മുകളിൽ നീ കേട്ടാ എന്നെ കൊണ്ട് നടക്കൂ. നീ വേണമെങ്കിൽ ഇപ്പൊ സുല്ലിട്ടോ, സുല്ല് പറഞ്ഞോ? വേണ്ടല്ലേ? ഐ ആം 100% കോൺഫിഡന്റ്. എന്നാ പിന്നെ ഞാൻ പൊട്ടിച്ചു നോക്കാം. റാൻഡം അല്ല, 3 DB ഒരു ഡയ. രണ്ടാമത് ബിഡ് ചെയ്തിരിക്കുന്നത് 2.0 അങ്ങനെ തന്നെയാ അതിലുള്ളത് തന്നെയാ. അതിലെന്താണുള്ളത്? ഡയമണ്ട് എന്നായിരിക്കും അല്ലേ? അയ്യോ, ഡയമണ്ട് എന്ന് പറയല്ലേ, എനിക്ക് എന്തോ പോലെ അത് കേൾക്കുമ്പോ തന്നെ. ബ്ലോക്ക് എന്ന് പറ. ബ്ലോക്ക് 200 ഡയമണ്ട് ബ്ലോക്കാ? അങ്ങനെ പറ നീ. അത് അല്ല, ബിഡ് ചെയ്യുന്ന ഏത് മണ്ടന്മാർക്കും പറ്റും. ഒന്ന് കാണിച്ചെന്നാണ് നിന്റെ പൈസ ഉണ്ടാന്ന് ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോ ഞാൻ തന്നില്ലെന്നോ അങ്ങനെയൊന്നും പറയരുത്. പോവാൻ പറ്റേ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് കരടി എന്തൊക്കെയായിരുന്നു അന്ന് പറഞ്ഞായിരുന്നേ? നമ്മള് വലിയ കാര്യമായിട്ട് ചില ആൾക്കാര് അന്നാണെങ്കിൽ എന്നെ കളിയാക്കി എറിഞ്ഞ് തുപ്പി വിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? അമ്പിതിടും പഞ്ചായത്ത് പ്രസിഡന്റ് അതൊക്കെ ആൾക്കൂട്ടം. നിങ്ങളൊക്കെ പൊക്കോട്ടാ. തള്ളി ഞാൻ ഇവിടെ താഴത്തേക്ക് മനസ്സിലായല്ലേ? ഓക്കെ, ഇനി നിങ്ങള് അവിടെ നിന്നാ മതി. ഇവിടത്തെ ഡൂക്ക്, അതായത് എന്നെ മനഃപൂർവം ഹരാസ്മെന്റിന്റെ അങ്ങറ്റം പിച്ചക്കാരെന്ന് വരെ വിളിച്ച് ബറോസായിട്ട് എന്നെ കളിയാക്കി വിട്ടു. ഇവിടെ ഒരു പിച്ചക്കാരനായിരുന്നു ഞാനെന്ന്. അന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു, ചെറുതായിട്ട് ആ പദവി ഒഴിഞ്ഞു തന്ന എനിക്ക് അവിടെ കയറി ഇരിക്കാമായിരുന്നു. ഞാൻ എന്നെ തന്നെ ഇവിടത്തെ ഒരു സ്റ്റൂക്കാക്ക് ആവാൻ എന്താണ് നിയമിച്ചിരിക്കുന്നു. എന്തേലും ഒറ്റപ്പല്ലിന് എന്തേലും പറയാനുണ്ടോ?
10 രൂപയ്ക്കുള്ള ഒന്നാമത്തെ ചോദ്യം ഇന്ന് പിടിച്ചോ. ആരാണ് ഗോഡ് ഓഫ് മൈൻക്രാഫ്റ്റ്? ഓപ്ഷൻ 1 സോംബിഫൈഡ് പൊട്ടാറ്റോ, ഓപ്ഷൻ 2 അഭയ് മൈനർ, ഓപ്ഷൻ 3 സുധി, ഓപ്ഷൻ 4 ഇവർ ആരുമല്ല. നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷൻ തെറ്റാണ്. ശരിയായ ഓപ്ഷൻ 4 ഇവർ ആരുമല്ല. പിന്നെ ആരാ? ഞാൻ ഷൽക്കർ വന്ന പോയിട്ട് എന്നെ ആരും തൊട്ടത് പോലും ഇല്ല. വില്ലേജിനൊന്ന് പൊട്ടിക്കല എന്റെ പൊന്നു ചെറി. എന്തുന്നാണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ? ഇല്ല, ഞാൻ പൊട്ടിക്കാൻ പോവാ. കോലി ഞാൻ വിട്ടു. ഞാൻ കടിയും പറ്റി. ഒന്നാമത് എനിക്ക് 30 What the hell? Okay, bye. മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട്. എന്നെ നോക്കിയാ നടക്കുന്നേ. ആ നല്ലതാ. ക്ലിപ്പി. ഏപ്രിൽ ഫൂൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുവാണോ? ഞാൻ പോയിട്ട് അപ്പൊ ഷൽക്കർ വെട്ടാൻ പോടും. നീ അടിക്കുന്നുണ്ടോ? ഇവനും തല്ലുന്നില്ലല്ലോ എന്നെ. കൊള്ളാലോ കളി. പിന്നെ ഇങ്ങനെ മോബോളൊന്നും അടിക്കുന്നില്ല. നോക്കിട്ടോ, നീ എന്നെ തല്ലുന്നില്ലേ ഞാനും വരാം. ബ്രദർ, ഹൈ ബ്രദർ. ഞാനും വരാം. മാങ്ങാണ്ടി ഇപ്പൊ എലക്ട്രേന്ന് പറഞ്ഞ എടുത്ത് ചാടി കൊടുത്താനെ. എടാ കത്തുന്നില്ലടാ. മാനസമൈനേ വരൂ. യാർക്കാഹേ ടണ്ടടടടടടൈ ഇത് യാർക്കാഹേ. ഇത്ര നേരം കൊണ്ട് ഡാമേജ് എല്ലാം ഒറ്റ അടിക്ക് നമുക്ക് അടിക്കണം കേട്ടോ. സത്യമായിരിക്കും കേട്ടോ. ഞാൻ നാളെ സെർവറിൽ കേറുന്നില്ല. ആരും ഇല്ല. അല്ല പൊട്ടറ്റ് ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. പൊട്ടറ്റെ ആരും വിളിച്ച് പറയണ്ട. എടാ സത്യം പറഞ്ഞ ഡാമേജും കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് ഈ ലാവയുടെ അടിയിലുള്ള നെതറൈറ്റ് നോക്കിയിട്ട് നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാടാ. ദൈവം എന്തായാലും തലയില്ലാത്ത പാണ്ടയും തലച്ചോറില്ലാത്ത ജിഞ്ചയും ദൈവമാണെന്ന് പറഞ്ഞ് ഒടുക്കം ഓയിഡിൽ ചെന്ന് ചാടി നോക്കി. ഇത്രയും വരെ ചത്തില്ലെങ്കിൽ ഓയിലും ചാവൂലെന്ന് തോന്നുന്നു. ചാവും. എൻഡർമാനെ സാക്ഷി ഓയിൽ ചത്തില്ലെങ്കിൽ പിന്നെ കെമിക്സിലെ മഞ്ഞപത്രമായ കരടി ജീവിച്ചു പോകാൻ വേണ്ടി ഒരു എമറാൾഡ് ഷോപ്പ് ഇട്ടു. സ്വഭാവ ഗുണം കൊണ്ടാവണം കരടിയുടെ തനിക്കുണം കാണിച്ചു. വേറെ നീ എന്നെ പറ്റിച്ചോളാം. 3 ഡയമണ്ട് ഞാനിവിടെ 5 ഡയമണ്ട് കൊടുത്ത് വാങ്ങിയിട്ട് നീ എന്നെ നൈസായിട്ട് പറ്റിച്ചോളാം. ഞാനൊരു കാര്യം പറയട്ടെ, മറ്റന്നാള് ഒരു സ്റ്റാക്കിന് 1 ഡയമണ്ട് ആവാൻ പോവാ. അവിടെ കള്ള കരടി തെണ്ടി നീ ഒരു കാലത്ത് കാണിക്കണോ ചാത്തമോനെ അവന്റെ കട അടിച്ച് പൊളിച്ച് തകർത്ത് പോണേ. ഡയമണ്ട് കുഴിക്കാൻ ഇറങ്ങിയ സ്വാമിമാർക്ക് കുഴിച്ചു കിട്ടുന്നതിൽ ഒരു അതൃപ്തി. തൃപ്തി വരുത്താൻ ഭൂതവും ഭാവിയും ഹോമവുമായി സ്വാമിമാര് കെമിക്സിൽ മേയുകയാണ്. അപ്പൊ ഇവിടെ വെച്ചാണ് നമുക്കൊരു ഐഡിയ തോന്നിയത്. നമ്മുടെ ഈ സാധനം നമ്മളിപ്പോ ഡയമണ്ട് വെച്ച് മൈൻ ചെയ്യാതെ നമുക്ക് ഒരുപാട് കുറവായിരിക്കും. അപ്പൊ നമുക്ക് ആരുടെ എന്തെങ്കിലും ഫോർച്യൂൺ ഊറ്റിയാല, ഉടായ്പ കാണിച്ച് ഊറ്റിയാല, അല്ല സോറി നമ്മുടെ ഹോമം കാണിച്ച് ഊറ്റിയാല ആളെ നോക്കി കണ്ടുപിടിക്കാം. ഹലോ ഹായ്. നമ്മൾ ആക്ച്വലി വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നേരത്തെ പ്രൊഡിക്ട് ചെയ്തായിരുന്നു നിങ്ങൾ ഇപ്പൊ മരിക്കാൻ പോവുകയാണ്. ഓക്കെ. നമ്മൾ ആക്ച്വലി അങ്ങ് ദൂരനാട്ടിൽ നിന്നിരുന്ന ഒരു സന്യാസിമാരാണ്. അപ്പൊ നിങ്ങൾ മരിച്ചപ്പോൾ അവസാനമായിട്ട് കണ്ടത് എന്താണ്? ശൂന്യാകാശം, വെള്ളക്കടൽ, പച്ചഭൂമി, തറയിലൊരു ജന്തു. തറ കണ്ട ജന്തു എന്താ? കരടി. കരടിയോ? സംതിങ് ഫിഷിയല്ല, അവന്റെ പേര് കരടി എന്നാണ്. വോട്ട് ഫോർ BJP. നമുക്ക് വോട്ട് ചെയ്യാം. ഓക്കെ. അത് നമ്മുടെ ശക്തിയുടെ ബലം കണ്ടോ ഇപ്പൊ തന്നെ. കക്കൂസി പോകുമ്പോഴായിരിക്കും കേസ് പിന്നെ നടക്കണേ. അതെ ഇപ്പൊ തന്നില്ലേ, ഫോർച്യൂൺ തന്നില്ലേ, എല്ലാം ഓക്കെ ആയില്ലേ? നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യൂ, ജീവിതം ജിങ്കാലയിലേയാക്കൂ. ഉള്ള കക്കൂസ്, നിനക്കുള്ള ഹോസ്പിറ്റൽ രണ്ടും ഞങ്ങൾ റെഡിയാക്കി തരും. ഹാപ്പി എൻഡിങ്. എന്തായാലും സ്വാമിമാരുടെ കൂടുതൽ അഴിഞ്ഞാട്ടം കാണാൻ അവരുടെ തന്നെ അലോട്ട് വിട്ടോ. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ.
ദാരിദ്ര്യവും കഷ്ടപ്പാടും പറഞ്ഞ് കെമിക്സ് നിവാസികളെ ഊറ്റി ജീവിക്കുന്ന റാണ്ടത്തിന്റെ കണ്ണ് നെതർ ഹബിലെ ഡയമണ്ടും എമറാൾഡും കണ്ട് മഞ്ഞളിച്ചു. എന്നാൽ പിന്നെ ഓരോന്നായി മുക്കിയാലോ എന്നായി അദ്ദേഹത്തിന്റെ ചിന്ത. ഇവിടെ കാണുന്ന ഡയമണ്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വില കൂടുതലും, പിന്നെ അത് പണിയാവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ATGനോട്. പക്ഷേ അത് വക വലിച്ചിട്ട് ചെയ്യുന്നു ATG. പണി അങ്ങോട്ട് തീരട്ടെ ഗൈസ്. നമുക്ക് ഓരോ ദിവസമായിട്ട് ഓരോ ഡയമണ്ടുകളും ഓരോ എമറാൾഡുകളും നമ്മളെ പോക്കറ്റിലോട്ട് ഇങ്ങനെ വെക്കും. ഞാൻ നിങ്ങളോട് മുൻകൂർ ഒന്നും കൂടി ജാമ്യം പറയാം. പല ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ എമറാൾഡും ഡയമണ്ടൊക്കെ ഭയങ്കര ഡേഞ്ചറസ് സാധനം ഇവിടെ വെക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആക്കാൻ തോന്നും കേട്ടോ, നക്കാൻ തോന്നും. ഞാൻ ഇവിടുത്തെ ഒരു നല്ല വ്യക്തിയാണ് പറഞ്ഞത്. അടിപൊളി. ഇനി ചില ചിതറിയ കാഴ്ചകൾ എന്നാ പോയെടുത്തുണ്ടോ? ആരോടും പറയണ്ട ഞാൻ ഇടിച്ച് വീണ കാര്യം. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നാട്ടുകാർ മൊത്തം കാണിക്കും. ആരോടും പറയണ്ട. പോയില്ലേ ഡയമണ്ട്? സന്തോഷായില്ലേ? ഇനി ഇന്നത്തെ അവാർഡുകൾ. നക്കി നെതർ ഹബ് വരെ നക്കാൻ മനസ്സ് കാണിച്ച റാണ്ടത്തിനെ കെമിക്സിലെ ലിക്കിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഭാവിയും ഭൂതവും വർത്തമാനവുമായി നാട്ടുകാരെ ഊറ്റി ജീവിക്കുന്ന സ്വാമികളെ വിശിഷ്ട നിത്യാനന്ദ സ്വാമി അവാർഡ് നൽകി ആദരിക്കുന്നു. കെമിക്സ് ആരാധകരുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് തലയില്ലാതെ നടന്ന പാണ്ഡയെയും തലച്ചോറ് പോലും ഇല്ലാതിരുന്ന ജിഞ്ചയെയും അസ്ഥാന ഗോഡ്സ് ഓഫ് മൈൻക്രാഫ്റ്റ് ആയി തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണുവാൻ സബ്സ്ക്രൈബ് ബട്ടണിൽ TNT ഇട്ട് പൊട്ടിക്കുകയും ബെല്ലൈക്കണിന് തീയിടുകയും ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അരിഗാത്തോ ഗോസൈമാസ്.